മോളെ രാധികെ, മുത്തശ്ശിക്കൊന്ന് കേൾക്കാനായിട്ട് ഒരു കൃഷ്ണസ്തുതി ഒന്ന് ചൊല്ലാമോ മോളെ? ഒന്ന് പാടുമോളെ, മുത്തശ്ശിയുടെ ഒരു ആഗ്രഹമല്ലേ. ഓ, ഈ നശിച്ചവൻ തൊണ്ട പൊളിക്കുന്നത് കണ്ടില്ലേ? അത് അയാളുടെ ജോലിയല്ലേ മുത്തശ്ശി? ഓ, എന്തോന്ന് ജോലി? ആ പെട്ടിയുടെ മുമ്പിലിരുന്ന് ആക്ഷൻ കട്ട് പറയുന്നതല്ലേ? ഇവന്റെ ഓരോ കട്ടിനും പൊടിഞ്ഞു പോകുന്നതേ നമ്മുടെ കോടികളാ. ഓ, അത് മുത്തശ്ശി ആദ്യമായിട്ട് ഷൂട്ടിംഗ് കാണുന്നോണ്ടാ. സിനിമ ഇങ്ങനെ തന്നെയാ മുത്തശ്ശി. നീ അങ്ങ് സിനിമയിലെ സീനിയർ. പക്ഷെ ഉള്ള കാര്യം പറയാലോ, അവനെ നിന്നോട് എന്നോടും വൈരാഗ്യം തീർക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് രാവിലെ തന്നെ അഭിനയിക്കാൻ വേണ്ടി 4-5 പേരെ കൊണ്ട് കാണിച്ചില്ലേ? അപ്പൊ അവന് സൗന്ദര്യം പിടിച്ചില്ല. ഇവനാരാടി? ഇവന്റെ മൊന്ത എങ്ങനെയായിരിക്കുന്നേ? മുത്തശ്ശി, ഡയറക്ടർ എങ്ങനെ ഇരുന്ന എന്താ? ആളുകൾ സ്ക്രീനിലുള്ളവരല്ലേ കാണൂ. നല്ല ആളുകളെ എടുക്കുന്നത് നമുക്ക് നല്ലതല്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാലും അവനൊരു ചൊറിയനാ. പാട്ടുകാരൻ വന്നാ പാട്ട് പിടിക്കില്ല, മ്യൂസിക്കാരൻ വന്നാ മ്യൂസിക് പിടിക്കില്ല. മുടയെന്ന് പറഞ്ഞാ ഇങ്ങനെയുണ്ടോ ഒരു മുട? ആ ദേ, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പോ സിനിമയുടെ ഏതാണ്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്നില്ലേ? ഉണ്ട്. ആ, നമ്മള് കണക്ക് നോക്കുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ ബില്ല് നോക്കുന്നുണ്ട്, ബില്ല് സാധനങ്ങളും ഒക്കെ ഒത്തുവെച്ച് നോക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇടപെടാത്തത് എവിടെയാ? എവിടെയാ? അവന്റെ സംവിധാനത്തിൽ. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ഞാനോ നീയോ നോക്കിയിട്ടുണ്ടോ? അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാര് പറഞ്ഞു? എടി, അവൻ പറയുന്നതല്ലേ. പിന്നെ അവന്റെ പേപ്പറും പേനയും പിടിച്ചു നടക്കുന്ന കുറച്ചു പേര്. അവന്മാർക്കാണെങ്കിൽ സാറിനെ കുറിച്ച് പറയാൻ 100 നാവ. എടി, നമ്മുടെ ചോറും ചായയും തിന്നിട്ടാ അവനെ കയറി പുകഴ്ത്തുന്നത്. ഒന്ന് മിണ്ടാതിരിക്കോ മുത്തശ്ശി? എടി, മിണ്ടാതിരിക്കാനല്ല, ഇനി അവന്റെ പണിയിൽ ഇടപെടാൻ തന്നെയാ ഉദ്ദേശം. മുത്തശ്ശി ഒന്ന് മിണ്ടാതിരുന്നേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ പിന്നെ അയാൾ ഇറങ്ങി പോവേ. നോക്കിക്കോ. പോട്ടടി, അവൻ പോയാലെന്താ? സിനിമ അവന് വയ്യല്ലെങ്കിലേ ഞാൻ ചെയ്യും. സിനിമയോ? പിന്നല്ലാണ്ട്. എടി, നനഞ്ഞിറങ്ങിയ കുളിച്ച് കയറണമെന്നല്ലേ? എന്തായാലും സിനിമയിൽ കയറി. ഇനി സംവിധാനമെങ്കിൽ സംവിധാനം, അഭിനയമെങ്കിൽ അഭിനയം. ഇവനെ ഞാനൊരു വഴിയാക്കി തരാം. ഓ, അവന്റെ മിക്കവാറും ഇതവന്റെ ഒടുക്കത്തെ കട്ട. ശ്രീ ഗണനാഥ സിന്ദൂരവർണ്ണ, ശ്രീ ഗണനാഥ സിന്ദൂരവർണ്ണ, കരുണ സാഗര കരിവദന, കരുണ സാഗര കരിവദന, ലംബോദര ലഘുമികര, ലംബോദര ലഘുമികര, അംബാസുത അമര വിനൂത, ലംബോദര ലഘുമികര, അംബാസുത അമര വിനൂത, ലംബോദര ലഘുമികര, സിദ്ധചാരണ സിദ്ധചാരണ, ഗണസേവിത സിദ്ധിവിനായക, തേ നമോ നമഃ, ലംബോദര
ലഘുമികര അംബാസുത അമര വിനൂത ലംബോദര ലഘുമികര. മോളെ രാധികെ, മുത്തശ്ശിക്കൊന്ന് കേൾക്കാനായിട്ട് ഒരു കൃഷ്ണസ്തുതി ഒന്ന് ചൊല്ലാമോ മോളെ? ഒന്ന് പാടുമോളെ, മുത്തശ്ശിയുടെ ഒരു ആഗ്രഹമല്ലേ? ശരി അച്ഛാ. അല്ല, ഇതെന്താ പരിപാടി? ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ വേണമെന്ന് എനിക്ക് തോന്നി. അല്ല, ഇതൊക്കെ ജീവിതം തുടങ്ങുമ്പോഴല്ലേ? നമ്മൾ ഒരുപാട് ജീവിച്ചു കഴിഞ്ഞല്ലേ? അത് സത്യ. എന്നാലും പുതിയൊരു തുടക്കം വേണമെന്ന് എനിക്ക് തോന്നി. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ പാഠം പഠിച്ചത് ഞാനല്ലേ? ഏറ്റവും കൂടുതൽ തിരുത്താൻ ശ്രമിച്ചത് ഞാനല്ലേ? അപ്പോ പുതിയ ജീവിതം നമുക്ക് ഇങ്ങനെ അങ്ങ് തുടങ്ങാം. സൂര്യ മാത്രം സ്നേഹിക്കാനും സൂര്യയുടേത് മാത്രം ആകാനും ഇനിയുള്ള ജീവിതം ഞാനങ്ങ് മാറ്റിവെക്കാം.